ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. രാജ്യത്ത് 4 സംസ്ഥാനങ്ങളിലേക്കും ഒരു കേന്ദ്രഭരണ പ്രദേശത്തേക്കുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പശ്ചിമബംഗാളിലെ 1ാംഘട്ട വോട്ടെടുപ്പിലേക്കുള്ള പത്രികാ സമർപ്പണവും ഇന്ന് പൂർത്തിയാകും. ഈ മാസം 9-ന് വോട്ടെടുപ്പ് നടക്കുന്ന കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. മെയ് 4-നാണ് വോട്ടെണ്ണൽ. ബിജെപി മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് അസം സന്ദർശിക്കും. ഇന്നലെ ഗുവാഹത്തിയിൽ എത്തിയ അദ്ദേഹം ഇന്ന് അസമിൽ 3 ഇടങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്ത് പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ മുന്നണികളുടെ ആവേശകരമായ തെരഞ്ഞെടുപ്പ് പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രിമാരും ബിജെപി മുതിർന്ന നേതാക്കളുമായ അമിത് ഷാ ഹരിപ്പാടും ശിവരാജ് സിംഗ് ചൌഹാൻ പാലക്കാടും പ്രചാരണത്തിന് എത്തും. എൻഡിഎയ്ക്കു വേണ്ടി ഇന്ത്യയുടെ മുൻ ടെന്നീസ് താരം ലിയാണ്ടർ പേസ് ഇന്ന് വൈകിട്ട് കഴക്കൂട്ടത്ത് റോഡ് ഷോയിൽ പങ്കെടുക്കും. സിപിഐഎം നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പ്രചാരണത്തിലാണ്. സിപിഐഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി, സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ എന്നിവരും പ്രചാരണ രംഗത്ത് സജീവമാണ്. യുഡിഎഫ് പ്രചാരണത്തിനായി കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ന് കേരളത്തിലുണ്ട്. തൃശൂർ, കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികളിൽ ശ്രീ രാഹുൽ ഗാന്ധി സംസാരിക്കും. എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി എംപി ഇന്ന് കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് പ്രചാരണത്തിനായി എത്തുക. യുഡിഎഫ് പ്രചരണാർത്ഥം കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം പവൻ രേഖയും ഇന്ന് തിരുവനന്തപുരത്ത് ഉണ്ട്. പുതുച്ചേരിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ ദേശീയ നേതാക്കളെ കളത്തിലിറക്കി റോഡ് ഷോകളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കുകയാണ്. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിയും ബിജെപി മുതിർന്ന നേതാവുമായ അമിത് ഷാ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, ദ്രാവിഡ മുന്നേറ്റ കഴകം പ്രസിഡന്റും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എം.കെ. സ്റ്റാലിൻ തുടങ്ങിയവർ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. വോട്ടെടുപ്പ് ദിവസവും തലേന്നും പത്രങ്ങളിൽ രാഷ്ട്രീയ പരസ്യം നൽകുന്നതിന് മീഡിയ മോണിറ്ററിംഗ് ആന്റ് സർട്ടിഫിക്കേഷൻ കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി നിർബന്ധമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 9-നും തലേ ദിവസമായ ഏപ്രിൽ 8-നും നിയന്ത്രണം ബാധകമാണ്. തെറ്റിദ്ധാരണാജനകമോ വിദ്വേഷം പരത്തുന്നതോ ആയ പരസ്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ദോഷകരമായി ബാധിക്കാതിരിക്കാനാണ് നടപടി. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇന്നലെ രാത്രിയുണ്ടായ വ്യോമാക്രമണങ്ങളിൽ 13 പേർ കൊല്ലപ്പെട്ടു. ഇറാന്റെ മിസൈൽ ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് ഇസ്രായേലിലും ദുബായിലും കുവൈറ്റിലും പ്രതിരോധം ശക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് എല്ലാ കപ്പലുകൾക്കുമായി തുറക്കാൻ നൽകിയ സമയപരിധി ലംഘിച്ചാൽ ഇറാന്റെ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാനുമായി കരാറിലെത്താനും സാധ്യതയുണ്ടെന്ന് ട്രംപ് യുഎസ് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം അമേരിക്കയുടെ അന്ത്യശാസനം നിരസിച്ച ഇറാൻ സമ്മർദ്ദത്തിന് വഴങ്ങി ചർച്ച നടത്തില്ലെന്ന് വ്യക്തമാക്കി. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, എൽപിജി ക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. 5 കിലോഗ്രാം ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വിതരണം ഊർജിതമാക്കിയതായും സർക്കാർ അറിയിച്ചു. സാധുവായ തിരിച്ചറിയൽ രേഖകൾ കാണിച്ചാൽ എൽപിജി വിതരണ ഏജൻസികളിൽ നിന്ന് ചെറിയ സിലിണ്ടറുകൾ വാങ്ങാവുന്നതാണ്. എൽപിജി ബുക്കിംഗിനായി ഡിജിറ്റൽ രീതികൾ പ്രയോജനപ്പെടുത്തണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. തടസ്സമില്ലാത്ത ഇന്ധന വിതരണം ഉറപ്പാക്കുന്നതിനും സംഘർഷബാധിത മേഖലയിലെ ഇന്ത്യൻ പൌരന്മാരെ സഹായിക്കുന്നതിനും സമഗ്രമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഇന്ത്യയുടെ എൽപിജി ടാങ്കർ ഗ്രീൻ ആശ ഹോർമൂസ് കടലിടുക്ക് കടന്ന് രാജ്യത്തേക്ക് യാത്ര തുടരുന്നു. സംഘർഷം രൂക്ഷമായതിനുശേഷം ഈ തന്ത്രപ്രധാന ജലപാതയിലൂടെ കടന്നുപോകുന്ന 9ാമത്തെ ഇന്ത്യൻ കപ്പലാണ് ഇത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30-ന് കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സിനെ 43 റൺസിന് പരാജയപ്പെടുത്തി. ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഇന്ന് തുടക്കമാകും. ഒളിമ്പിക് മെഡൽ ജേതാവ് അമൻ സെഹ്റാവത്താണ് ഇന്ത്യയുടെ 30-അംഗ സംഘത്തെ നയിക്കുന്നത്. അങ്കുഷ്, സുജീത് കൽക്കർ, സുനിൽകുമാർ, മീനാക്ഷി ഗോയാത്ത്, മനീഷ ബെൻവാല തുടങ്ങിയ താരങ്ങൾ ഇന്ത്യയ്ക്കായി മത്സരിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 272 പോയിന്റ് താഴ്ന്ന് 73,046-ലും നിഫ്റ്റി 71 പോയിന്റ് ഇടിഞ്ഞ് 22,665-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,320 രൂപ കുറഞ്ഞ് 1,09,360 രൂപയും ഗ്രാമിന് 13,670 രൂപയുമാണ് ഇന്നത്തെ വില. കേരളം, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, അരുണാചൽ പ്രദേശ്, തീരദേശ ആന്ധ്രാപ്രദേശ്, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബീഹാർ, ഝാർഖണ്ഡ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ട്. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ താപനില 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.